പരീക്ഷാ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ചോദ്യക്കടലാസ് ചോർച്ചയിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ഭേദഗതി ബില്ലാണിത്. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിച്ചത്. അതേസമയം കേന്ദ്ര സർക്കാരിനെയും ഭരണകക്ഷിയായ BJPയെയും കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ തുടർന്ന് പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി. ഡൽഹി ജന്തർ മന്ദറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഉത്തരവിട്ടെന്ന രാഹുലിന്റെ ആരോപണം സഭയിൽ വലിയ പോരിനാണ് വഴി തുറന്നത്. പാർലമെന്റിൽ ചോദ്യപേപ്പർ ചോർച്ച വിരുദ്ധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നതും. അതേസമയം പ്രസംഗ സമയത്ത് സഭയിൽ ഹാജരാകാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് ലക്ഷ്യമിട്ടായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത നിരപരാധികളായ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിയുതിർക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തര മന്ത്രാലയമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ജന്തർ മന്ദറിൽ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സുരക്ഷാ സേന നടത്തിയ ക്രൂരമായ നടപടികളിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സഭയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ അതിശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി. രാഹുലിന്റെ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് BJP MPമാർ ആരോപിച്ചു. ആരോപണങ്ങൾ തെളിയിക്കാനോ അല്ലെങ്കിൽ സഭയോടും രാജ്യത്തോടും മാപ്പ് പറയാനോ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും NDA നേതാക്കളും ഉറക്കെ ആവശ്യപ്പെട്ടത്. എന്നാൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിടാൻ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മാത്രമേ അധികാരമുള്ളൂവെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. വാഗ്വാദവും ബഹളവും മൂർച്ഛിച്ചതോടെ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആത്മാവിനെ അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കൈയടക്കിയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ആരോപിച്ചു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളെല്ലാം RSS പശ്ചാത്തലമുള്ള വ്യക്തികളെ മാത്രമാണ് വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെയും സ്വതന്ത്ര ചിന്തകളെയും വലിയ തോതിൽ തടയുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പൗരന്മാരാക്കുന്നതിന് പകരം സ്വന്തം പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിച്ച് അവരെ അന്ധഭക്തരാക്കി മാറ്റാനാണ് RSSും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. RSS അടിച്ചേൽപ്പിക്കുന്ന ആശയം വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിലിറങ്ങി പോരാടുന്ന രാജ്യത്തെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തനിക്ക് വലിയ ആവേശവും ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. ഈ പ്രതിഷേധങ്ങൾ ദേഷ്യമോ അക്രമമോ വെറുപ്പോ നിറഞ്ഞതല്ല, മറിച്ച് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള രാജ്യത്തെ യുവതലമുറയുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആത്മാർത്ഥമായ പ്രകടനമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു.